ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നാസ്മിസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം. हम अपने बारे में किसी से कैसे बात करें. ठीक है, എന്നാൽ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് हम बात करते हैं. मेरा नाम, എൻ്റെ പേര് നാസ്മി, അല്ലെങ്കിൽ मैं नाज़मी हूँ, ഞാൻ നാസ്മിയാണ്. मेरा नाम नाज़मी है, അങ്ങനെ രണ്ടും പറയാം. എൻ്റെ പേര് നാസ്മിയാണ്, मेरा नाम नाज़मी है, या ഞാൻ നാസ്മിയാണ്. मैं नाज़मी हूँ. मेरी उम्र, എൻ്റെ വയസ്സ് 25 ആണ്. मेरी उम्र 25 साल की है. मेरी उम्र 25 साल की है. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു തരുന്ന ഹിന്ദി നമ്മൾ ഇന്ത്യ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്. അപ്പം ഞങ്ങൾ പുസ്തകത്തിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഭാഷയും നമ്മൾ ആ നാട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന ആ നാട്ടുകാരോട് സംസാരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഹിന്ദിയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്ര, മേരി ഉമ്ര 25 साल की है. നെക്സ്റ്റ് നമ്മൾ പറയും വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നത്, ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മേ എക്ക് സ്റ്റുഡൻറ്റ് ഹോം അങ്ങനെ പറയാം. സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒന്ന് പറയും ബി ടെക് ഹോം, ബി ടെക് വിദ്യാർത്ഥി, ബി ടെക് സ്റ്റുഡൻറ്റ് ഹോം, മേ ടീച്ചർ ഹോം, ഞാൻ ടീച്ചറാണ്, അങ്ങനെയൊക്കെ സംസാരിക്കാം. ഞങ്ങൾ അതിൻ്റെ എക്സാക്റ്റ് പഴയ ടൈപ്പിലുള്ള ഹിന്ദിൻ്റെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് മാക്സിമം സംസാരിക്കൽ. അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതങ്ങോട്ട് കറക്റ്റ് ഹിന്ദിയിൽ അതങ്ങനെ പറയാം. അതായത് മേ സ്റ്റുഡൻറ്റ് ഹൂം, ഞാൻ സ്റ്റുഡൻ്റാണ്. അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്, മേ ടീച്ചർ ഹൂം, യാ മേ ഡോക്ടർ ഹൂം, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഏതാണോ പ്രൊഫഷൻ നിങ്ങൾക്ക് അവിടെ ആ പ്രൊഫഷൻ എടുത്ത് ചേർത്ത് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പറയാം മേരെ ഘർ മേ, അല്ലെങ്കിൽ മേരെ ഘർ മേ 3 ഭായി ഹെ 3 ബഹൻ ഹെ, എൻ്റെ വീട്ടിൽ 3 സിസ്റ്റേഴ്സ് ഉണ്ട്, 3 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറയാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര പേര് പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ മേ ഡൽഹി സേ ഹും, മേ ഡൽഹി സേ ഹും, ഞാൻ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്, പക്ഷെ ഞാൻ എവിടെയുള്ളവരാണ്, ഞാൻ ഡൽഹി, മേ ഡൽഹി സേ ഹും അങ്ങനെ പറയാം കേട്ടോ. മേ ഡൽഹി സേ ഹും, യാ മേരാ ഗാവ് ഡൽഹി മേ ഹെ, യാ മേരാ ഗാവ് അലിഗഡ് മേ ഹെ അങ്ങനെ പറയാം. അതിൽ അധികം പേരും പറയാം മേ കൊൽക്കത്ത സേ ഹും, മേ മുംബൈ സേ ഹും, ഞാൻ കൊൽക്കത്തയിൽ നിന്നാണ്, ഞാൻ മുംബൈയിൽ നിന്നാണ് എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശം. അതായത് അവിടെ നിന്ന് ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവരങ്ങനെ പറയും. നമ്മൾ ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം മേ കേരള സേ ഹും, ഞാൻ കേരളത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ കേരള ബിലോങ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ മേ കേരള മേ രഹത്താ ഹൂം, രഹത്താ ഹൂം എന്നുള്ളത് കറക്റ്റ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ദുബായിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത്, മേ ദുബായ് മേ രഹത്താ ഹൂം. ഓക്കെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്, പക്ഷെ നിങ്ങൾ ശരിക്കും എവിടുത്തെ നാട്ടുകാരനാണ്, കേരളക്കാരനാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും, മേ കേരള സേ ഹൂം, ഞാൻ മേരാ ഘർ കേരള മേ ഹെ, എൻ്റെ വീട് കേരളയിലാണ്. മേരാ ഘർ ദില്ലി മേ ഹെ, മേരാ ഘർ ദില്ലി മേ ഹെ, എൻ്റെ വീട് ഡൽഹിയിലാണ്. അങ്ങനെയാണ് പറയുക. ഞാൻ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് പറയുമ്പോഴാണ് അധികം മേ കാലിക്കറ്റ് മേ രഹത്താ ഹൂം, യാ മേ ദുബായ് മേ രഹത്താ ഹൂം, യാ ഞാൻ കാലിക്കറ്റിലാണ് നിൽക്കൽ, ഞാൻ ദുബായിലാണ് നിൽക്കൽ. ഇനി ഹിന്ദിയിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാനിവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ പെണ്ണിനായാലും ആണിനായാലും സ്ത്രീലിംഗം പുല്ലിംഗം ഒന്നും ഒരു പ്രശ്നമില്ല, അത് സെയിമാണ്. പക്ഷേ ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദിയിൽ പെണ്ണാണ് പറയണമെങ്കിൽ മേ രഹത്തി ഹൂം എന്ന് പറയും. മേ കാലിക്കറ്റ് മേ രഹത്തി ഹൂം, ഞാൻ കാലിക്കറ്റിൽ താമസിക്കുന്നു. മേ ദുബായ് മേ രഹത്തി ഹൂം, ഞാൻ ദുബായിൽ താമസിക്കുന്നു. ഓക്കെ, ആണാണെങ്കിൽ രഹത്താ ഹൂം, മേ കാലിക്കറ്റ് മേ രഹത്താ ഹൂം. അപ്പോൾ ആ വ്യത്യാസം എന്തായാലും ഓർമ്മയിലുണ്ടാവണം. മേ രഹത്താ ഹൂം ആണാണെങ്കിൽ രഹത്താ ഹൂം, പെണ്ണാണെങ്കിൽ രഹത്തി ഹൂം. ഇനി ഒന്നിലധികം പേരാണ്, ജസ്റ്റ് നമ്മൾ ഫാമിലി പറയുകയാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും അവിടെയാണ് താമസിക്കൽ എന്ന് പറയുമ്പോൾ രഹത്തെ ഹേ.
हम दुबई में रहते हैं. ഇപ്പൊ നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ദുബായിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം हम दुबई में रहते हैं. ഞങ്ങൾ ദുബായിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ദുബായിലാണ് നിൽക്കാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഹം രഹത്തെ ഹെ, ഒന്നിലധികം ആൾക്കാരാണെങ്കിൽ രഹത്തെ ഹെ. ഓക്കെ, പിന്നെ അതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മേരി തീൻ ബഹനെ ഹെ, എനിക്ക് 3 പെങ്ങന്മാരുണ്ട്, എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. മേരി 4 ഭായി ഹെ, എനിക്ക് 4 ബ്രദേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ മേരി 2 छोटे भाई हैं, मेरे 2 छोटे भाई हैं, मेरे 2 बड़े भाई हैं. എനിക്ക് 2 ഇളയ ആങ്ങളമാരാണ്, 2 മൂത്ത ആങ്ങളമാരാണെന്ന് പറയുമ്പോൾ मेरे 2 छोटे भाई हैं, ചെറിയത് ഇളയത്. मेरे 2 बड़े भाई हैं, എനിക്ക് 2 വലിയ കാക്കമാരുണ്ട്. ഓക്കെ, പിന്നെ मेरी അതേപോലെ നമുക്ക് അനിയത്തിയും ഇത്താത്തനും പറയാം. मेरी 2 छोटी बहनें हैं, मेरी 2 बड़ी बहनें हैं, അല്ലെ मेरी 1 बड़ी बहन है. എനിക്ക് ഒരു ഇത്താത്താണ്. मेरी 2 छोटी बहनें हैं, मेरी 2 छोटी बहनें എന്ന് പറഞ്ഞാൽ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഇത്താത്തനെ ഞങ്ങൾ ഹിന്ദിയിൽ പറയല് ബാജി എന്ന് പറയും, ദീദി എന്ന് പറയും. ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദു മുസ്ലിംസിൽ വ്യത്യാസമുണ്ട്. ദീദിന്ന് അധികം പേരും ഹിന്ദുസ് ആണ് യൂസ് ചെയ്യല്, ഹിന്ദു നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവരാണ്. ഹിന്ദിയവരാണെങ്കിൽ അധികം പേരും ബാജി എന്നാണ് പറയാം. ഓക്കെ, മുസ്ലിംസ് ആണെങ്കിൽ അവർ ബാജി എന്ന വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് പറയാം, മേരെ മാ ബാപ്പ്. ചിലർ പറയും നിങ്ങൾക്ക് പാരൻസ് ഉണ്ടോ? മേരെ മാ ബാപ്പ് ഹേ, എൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട്. മേരെ മാ ബാപ്പ് ഹേ, എനിക്ക് പാരൻസ് ഉണ്ട്. യാ മേരെ പാപ്പ നഹി ഹെ, എനിക്ക് ഫാദർ ഇല്ല. മേരെ പാപ്പ നഹി ഹെ. ഇനി അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഡൽഹിക്കാരാണ്, ഇമ്മ ഇവിടുത്താണെന്ന് പറയുമ്പോൾ മേരെ പാപ്പ ദില്ലി കെ ഹെ, മേരെ പാപ്പ ദില്ലി കെ ഹെ. മേരി മമ്മ മലയാളി ഹെ, എൻ്റെ മമ്മ മലയാളിയാണ്, എൻ്റെ പപ്പ ഡൽഹിക്കാരനാണ്. അങ്ങനെ പറയാം. പിന്നെന്താ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരിചയപ്പെടുത്തല്ലോ അല്ലേ. എനിക്കിത് വളരെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മളെ ഹോബീസൊക്കെ ജസ്റ്റ് സംസാരിക്കുമ്പോൾ പറയുന്ന പോലെ മുझे ये पसंद है, എനിക്ക് ഇത് ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? എനിക്ക് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. मुझे पढ़ना बहुत पसंद है, എനിക്ക് ഇത് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. मुझे पढ़ना बहुत पसंद है. അല്ലെങ്കിൽ ഡെയിലി മോർണിംഗ് വാക്കിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം मुझे सुबह चलना बहुत पसंद है, मुझे सुबह चलना बहुत पसंद है. എനിക്ക് രാവിലെ വാക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ എക്സസൈസ് ആണെങ്കിൽ പറയാം मुझे एक्सरसाइज करना पसंद है, मुझे एक्सरसाइज करना पसंद है, എനിക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അല്ലെ मुझे गाने सुनना बहुत पसंद है, എനിക്ക് സോങ്സ് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. मुझे गाने सुनना पसंद है, എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. അല്ലെ ഞങ്ങൾക്ക് വേറെ നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അല്ലെ എനിക്ക് ഹിന്ദി പഠിക്കുന്നത് ഇഷ്ടമാണ്. എങ്ങനെ പറയും? मुझे दूसरे लोगों से बात करना पसंद है, എനിക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ मुझे हिंदी बात करना पसंद है, എനിക്ക് ഹിന്ദി സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഒരു ഹിന്ദിക്കാരോട് നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയും? मुझे हिंदी में बात करना पसंद है, എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. मुझे हिंदी में बात करना पसंद है, അല്ലെങ്കിൽ ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. मैं हिंदी सीखना चाहती हूँ, പെണ്ണാണെങ്കിൽ चाहती हूँ, ആണാണെങ്കിൽ चाहता हूँ. मैं हिंदी में बात करना चाहता हूँ, ഞാൻ ഹിന്ദി सीखना चाहता हूँ, चाहती हूँ, ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. मैं हिंदी सीखना चाहती हूँ, പെണ്ണാണെങ്കിൽ चाहती हूँ, ആണാണെങ്കിൽ चाहता हूँ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ചലോ ഫിർ മിൽത്തെ ഹെ, പിന്നെയും കാണാം, ഫിർ മിൽത്തെ ഹെ.